നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ എന്തോ ഒരു പേടി തട്ടിയോ ഫ്ലാഷ് ബാക്ക്. ശങ്കർദാസ് 12ാം പ്രതിയാണെന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു കാര്യം വളരെ ബഹുമാനത്തോടെയാണ് സൂചിപ്പിക്കുന്നത്. ശ്രീ ഇടതുപക്ഷ ഗവൺമെന്റിനോട് പ്രത്യേകിച്ച് താല്പര്യമില്ലാത്ത അവരുടെ രാഷ്ട്രീയ ലൈനോട് എതിർ ലൈൻ എടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് മാറി മറ്റൊരു ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ് ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ ആ 83 വയസ്സുള്ള പക്ഷാഘാതമുള്ള വ്യക്തിയെ ഈ അവസാന അല്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്തൊന്നും ബുദ്ധിമുട്ടിക്കുന്നതിൽ യാതൊരു നന്മയില്ല. മനസ്സിലായില്ല. ചുരുക്കത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു വരുന്നത് മഹാനായ ആശാൻ എല്ലാവരോടും ഞാൻ പറയുന്നത് ഒരു അയ്യപ്പ വിശ്വാസിയുടെ കാര്യം ഇതെല്ലാം എന്താ അറിയാമോ, നമ്മൾ യാന്ത്രികമായി കാണുന്നതല്ല. ഇവരെ എല്ലാം പരിചയമുള്ളതോ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം ശബരിമലയിൽ ഇരുന്നവരോ ഒക്കെയാണ്. ഇവരോട് പ്രതികാരം തീർക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. ഈ 83 വയസ്സായ പക്ഷാഘാതമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കരുത്. ഇതാണ് പ്രിമൈസ് എങ്കിൽ, ഈ പ്രിമൈസിലാണെങ്കിൽ ഈ കാലത്തിൽ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഈ ട്രയൽ തുടങ്ങുന്നവരെ അപ്പൊ ചുരുക്കത്തിൽ അടുത്ത ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുമല്ലോ പത്മകുമാർ സാറിനെ, അത് കഴിയുമ്പോൾ ശ്രീ എൻ വാസു സാറിനെ ശ്രീ കടകംപള്ളി എനിക്ക് രാഷ്ട്രീയമായി യോജിപ്പുള്ള വ്യക്തിയല്ല. പക്ഷേ കോടതി വിധിയിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം വരുന്നവരെ അദ്ദേഹത്തെ കടന്നാക്രമിക്കരുത്. കാര്യം ഒരു കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായി ആക്ടിവിസ്റ്റുകളെ വേണ്ടാന്ന് സ്റ്റാൻഡ് എടുത്ത ആളും ശബരിമല വിധി സുപ്രീം കോടതി വിധിന്യായം തെറ്റാൻ ധൈര്യം പറയാൻ കാണിച്ച ആളുമാണ്. നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ കാര്യവും ചെയ്തത് കടകംപള്ളി അംഗമായിരുന്ന ഒരു മന്ത്രിസഭയല്ലേ, ഒരു സർക്കാരിന്റെ തീരുമാനമല്ലേ? അതിൽ നിന്ന് ഓരോ വ്യക്തികളെ നിങ്ങൾ കുറച്ചു കാലം മുമ്പ് പത്മകുമാർ സാറിനെ ഞങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം തരാമെന്ന് പറഞ്ഞാണ്, അതുകൊണ്ട് മാറ്റി നിർത്തി. ഇപ്പൊ കടകംപള്ളി സാറിനെ മാറ്റി നിർത്തി. എനിക്കിപ്പോ ഒരു സാറിന്റെ ഇൻവോൾവ്മെന്റ് അറിയില്ല ഈ അന്വേഷണ സംഘം കോടതിയിൽ പറയുന്നതല്ലാതെ. ഇപ്പൊ രാഹുലിനോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നതിനെ ആശ്രയിച്ച് ഓരോരോ മാനദണ്ഡം നിർണ്ണയിക്കുകയാണ്. ഇപ്പൊ ചുരുക്കത്തിൽ 2-3 ചർച്ച കൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൊള്ള തന്നെ ശരിക്കും നടന്നിട്ടുണ്ടാവില്ല. എല്ലാവരെയും വെറുതെ വിടണമെന്ന് രാഹുൽ വാദിക്കും. പൊട്ടൻ ലോക പൊട്ടൻ.